ഇനി നമുക്ക് പറയിപ്പറ്റു പന്തിരുകുലത്തിലെ നാറാണത്ത് പ്രാന്തനെ കുറിച്ച് നോക്കിയാലോ. വലിയ കുന്നിൻ്റെ മുകളിലേക്ക് വലിയ കല്ലുകൾ ഉരുട്ടിക്കയറ്റി കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ കല്ല് തട്ടി താഴെയിട്ട് അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുക. ഇതായിരുന്നു അദ്ദേഹം ഉച്ചവരെ ചെയ്തിരുന്നത്. മനുഷ്യജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിക്കുന്നത് മുഴുവൻ ഇതുപോലെ നിസ്സാരമായിട്ട് പോകും എന്ന് കാണിച്ചു തരുന്നതായിരുന്നു എന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഭിക്ഷാടനം. രാത്രി മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. പയർവർഗ്ഗങ്ങളോ അരിയോ ഒക്കെയാണ് അദ്ദേഹത്തിന് കിട്ടൽ പതിവ്. സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. രാത്രിയിലത്തെ ഭക്ഷണത്തിനുള്ളതായി കഴിഞ്ഞാൽ അത് വേവിക്കാൻ പറ്റിയ സ്ഥലം നോക്കും. വെള്ളവും തീയും ഉള്ള സ്ഥലത്താണ് അദ്ദേഹം കൂടുതൽ നിൽക്കുക. ഭക്ഷണം വേവിച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും. അതായിരുന്നു പതിവ്. ഒരു രാത്രി ഭക്ഷണം വേവിക്കാൻ കണ്ടുപിടിച്ച സ്ഥലം ശവപ്പറമ്പായിരുന്നു. അവിടെ ഒരു ശവദാഹം കഴിഞ്ഞ് കിടക്കായിരുന്നു. അദ്ദേഹം അവിടെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചുടല ഭദ്രകാളി വരും. ഭദ്രകാളിക്ക് ശവദാഹം ഒരു നൃത്തം ചെയ്യണം. ഭദ്രകാളിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഭദ്രകാളി പേടിപ്പിച്ച് ഓടിപ്പിക്കാനൊക്കെ നോക്കും. പക്ഷേ നടക്കില്ല. അദ്ദേഹത്തെ അങ്ങനെ ഓടിപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഭദ്രകാളി പറയും, ഇത് ഞങ്ങളുടെ ശീലമാണ്, നിങ്ങളിവിടെ മാറിത്തരണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, പിന്നെ മാത്രമല്ല ഇത് എൻ്റെയും ശീലമാണ്, എനിക്കിവിടെ നിന്ന് മാറിത്തരാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മാറിപ്പോക്കോളാം. അദ്ദേഹത്തെ ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഭദ്രകാളി എന്നെ പോവാമെന്ന് തീരുമാനിക്കും. പക്ഷേ ഭദ്രകാളിക്ക് മനുഷ്യരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലണം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹിക്കണം. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഭദ്രകാളിക്ക് തോന്നിയില്ല. അപ്പോൾ അനുഗ്രഹം ചോദിക്കാൻ പറയും. അദ്ദേഹം പറയും, എൻ്റെ ആയുസ്സിൽ ഒരു ദിവസം കൂട്ടിത്തരാൻ. അത് ഭദ്രകാളിയെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, എന്നാൽ ഒരു ദിവസം കുറച്ച് തരാൻ. അതും പറ്റില്ല എന്ന് പറയും. ഒരു തരത്തിലും അനുഗ്രഹം തരാതെ ഭദ്രകാളി പോകില്ല എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹം ചോദിച്ച അനുഗ്രഹമായിരുന്നു, എൻ്റെ ഇടത്ത് കാലിലുള്ള മന്ത് വലത്ത് കാലിലാക്കി തന്നിട്ട് പൊക്കോളാൻ. ഭദ്രകാളി അതുപോലെ അനുഗ്രഹിച്ചിട്ട് പോവുകയും ചെയ്യും. ഇതുപോലെയായിരുന്നു നാറാണത്ത് പ്രാന്തൻ. വളരെ സിമ്പിളായിട്ട് ജീവിതത്തെ കണ്ട ഒരാൾ. ಕನಕ ವೃಷ್ಟಿಯ ಕರೆಯ